Hi everyone, this is CMA Afzal Alungal here. Before starting the video, please hit the like button. And if you are new to my channel, please subscribe the channel for more CMA related updates. കഴിഞ്ഞ ജൂലൈ 19 നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗത്തുനിന്ന് ഒരു സർക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സർക്കുലർ ഇഷ്യൂ ചെയ്ത് ഞാൻ ഗ്രൂപ്പുകളിലെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഷെയർ ചെയ്ത സമയത്ത് പല സ്റ്റുഡൻസും ഗ്രൂപ്പിലും അതേപോലെ ഇൻഡിവിജ്വലി മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാർ ഇത് ഞങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ ട്രെയിനിങ് ചെയ്യുന്ന കുട്ടികളാണ്, ഞങ്ങൾക്ക് ഇത്ര സ്റ്റൈപ്പൻഡ് കിട്ടുമോ? അത് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാത്ത കുട്ടികൾ സാർ ഏതൊക്കെ സ്ഥാപനങ്ങളിലാണ് ഇത്ര സ്റ്റൈപ്പൻഡ് കിട്ടുക എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിരുന്നു. അപ്പോൾ ആ ഒരു സർക്കുലറിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഐഡിയ തരിക എന്നതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ ആ സർക്കുലർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. റിവിഷൻ ഓഫ് മിനിമം റെക്കമെൻഡഡ് സ്റ്റൈപ്പൻഡ്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേർഡ് റെക്കമെൻഡഡ് എന്നാണ്. പ്രാക്ടിക്കൽ ട്രെയിനിങ് നടത്തുന്ന CMA കോഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട, ഫൈനൽ എഴുതാൻ എലിജിബിലിറ്റി ആയിട്ട് കണക്കാക്കിയിട്ടുള്ള 15 മാസത്തെ ട്രെയിനിങ് ആവട്ടെ, അതല്ല നിങ്ങൾക്ക് മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് മൊത്തത്തിൽ വേണ്ട 3 വർഷത്തെ ട്രെയിനിങ് ആവട്ടെ, അത് ചെയ്യുന്ന സ്റ്റുഡൻസ് അതൊരു കോർപ്പറേറ്റിലോ ഓർഗനൈസേഷൻസിലോ അതർ ദാൻ പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ടന്റ് ഓർ ഫേം ഓഫ് പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ടന്റ്, താഴെ പറയുന്ന റിവിഷൻ റെക്കമെൻഡേഷൻ CMA ഫേമുകളിലോ പ്രാക്ടീസിങ് CMA അണ്ടറിലോ ട്രെയിനിങ് ചെയ്യുന്ന കുട്ടികൾക്ക് ബാധകമല്ല. അല്ലാത്ത ഓർഗനൈസേഷൻ കോർപ്പറേറ്റ്സിലൊക്കെ പ്രാക്ടിക്കൽ ട്രെയിനിങ് അണ്ടർഗോയിങ് ചെയ്യുന്ന സ്റ്റുഡൻസിന് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റെക്കമെൻഡഡ് മിനിമം സ്റ്റൈപ്പൻഡ് ആണ്. Recommended means this is not mandatory, this is only institute recommendation. ഇൻസ്റ്റിറ്റ്യൂട്ട് ആ സ്ഥാപനങ്ങളോട് റെക്കമെൻഡ് ചെയ്യാണ് നിങ്ങൾ ഇത്രയൊക്കെയാണ് കൊടുക്കേണ്ടത്. അത് കൊടുക്കുന്നുണ്ടോ അത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു വശമാണ്. അത് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനം നിലനിൽക്കുന്ന സ്ഥലം ഇൻസ്റ്റിറ്റ്യൂട്ട് 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. XYZ. ഈ 3 കാറ്റഗറികളിൽ ഏത് ഏരിയയിലാണോ ഏത് സ്ഥലത്താണോ നമ്മൾ ട്രെയിനിങ്ങിന് പോകുന്ന പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് പോകുന്ന ഓർഗനൈസേഷൻ ഉള്ളത്, അതിനനുസരിച്ചാണ് നമുക്ക് സ്റ്റൈപ്പൻഡ് കിട്ടുക. അത് നിങ്ങളൊരു ഇന്റർമീഡിയറ്റ് പെർസ്യൂ ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ, ഞാൻ ഒന്നുകൂടി ഇത് സൈസ് കൂട്ടി നിങ്ങൾക്ക് കൃത്യമായിട്ട് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും. ഇന്റർമീഡിയറ്റ് പെർസ്യൂ ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇയർ 1 ഓരോ പ്ലേസിനനുസരിച്ച് എത്രയാണ് സ്റ്റൈപ്പൻഡ്? 20,000, 22,000, 25,000. ഈ അത് കാറ്റഗറി എക്സിലാണെങ്കിൽ, Y എന്ന് പറയുന്ന സ്ഥലത്താണെങ്കിൽ ഇങ്ങനെയാണ് കിട്ടുക, Z എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കിട്ടുക. ഇനി നിങ്ങൾ ഫൈനൽ കോഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്, പെർസ്യൂയിങ് CMA ഫൈനൽ കോഴ്സ് ആണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ സ്റ്റൈപ്പൻഡ് കിട്ടും. അത് നിങ്ങൾ ഫൈനൽ ക്വാളിഫൈഡ് ആണെങ്കിൽ കുറച്ചുകൂടി സ്റ്റൈപ്പൻഡ് കിട്ടും. ഇത് റെക്കമെൻഡേഷൻ ഫ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് സൈറ്റ്. അപ്പൊ ഇതിൽ ഏതൊക്കെ കാറ്റഗറികളാണ് പെടുക എന്നുള്ളത് താഴെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ XYZ കാറ്റഗറി എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടോ, സിറ്റീസ് ക്ലാസിഫൈഡ് ആസ് X&Y എന്ന് പറഞ്ഞ് എന്ത് ചെയ്തിട്ടുണ്ട്, താഴെ സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഏത് സ്ഥലത്താണ് നമ്മളുടെ ഓർഗനൈസേഷൻ വരിക നോക്കുക, അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് കിട്ടുക എന്നർത്ഥം. ഇതിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നത്, സർ ഈ സ്റ്റൈപ്പൻഡ് ഇപ്പം നിലവിൽ വർക്ക് ഓൾറെഡി ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്ത സ്റ്റുഡൻ്റ് ആണ്, ഞങ്ങൾക്ക് ഇത് കിട്ടുമോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇനി ട്രെയിനിങ് ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻ്റ് ആണ്, ഞങ്ങൾക്ക് ഇത് എത്ര എലിജിബിൾ ആവോ? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ട്രെയിനിങ്ങിന് അപ്രോച്ച് ചെയ്യുന്ന ഓർഗനൈസേഷന് ഈ ഒരു റെക്കമെൻഡേഷൻ്റെ PDF അവർക്ക് കാണിച്ചു കൊടുക്കുക. ഇതാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റെക്കമെൻഡേഷൻ, ഇതനുസരിച്ച് സ്റ്റൈപ്പൻഡ് തരണം എന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് പറയാം. അതനുസരിച്ച് അവരാണ് ഡിസിഷൻ എടുക്കേണ്ടത്, എത്രയാണ് നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് തരേണ്ടത് എന്നൊക്കെ ആ ഓർഗനൈസേഷനാണ് ഡിസിഷൻ എടുക്കേണ്ടത്. ഇതൊരിക്കലും മാൻഡേറ്ററി അല്ല എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, പിക്ചർ കിട്ടിയിട്ടുണ്ടാവും. ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ദേശിക്കുന്നത് ഇത്ര കിട്ടണം എന്നതാണ്. ഓക്കെ. രണ്ടാമത്തെ ഒരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ ബഡ്ജറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ബഡ്ജറ്റ് വന്ന സമയത്ത് സ്ലാബ് റേറ്റിൽ മാറ്റം വന്നിട്ടുണ്ട് എന്ന് നമ്മളെല്ലാം കണ്ടതാണ്. പല ടാക്സ് റേറ്റിൽ, ക്യാപിറ്റൽ ഗെയിനിന്റെ റേറ്റുകളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്, സർ
ഡിസംബർ 2024 എക്സാമിന് ഇതൊക്കെ ഈ ബഡ്ജറ്റിൽ വന്ന കാര്യങ്ങളൊക്കെ മാറ്റങ്ങളൊക്കെ ഞങ്ങൾ പഠിക്കേണ്ടതുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അത് അടുത്ത അറ്റംപ്റ്റുകളിലേക്കാണ് വരിക. നിങ്ങൾക്ക് എന്താണോ ഇപ്പൊ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ഈ ബഡ്ജറ്റ് നിങ്ങളുടെ ഡിസംബർ 24 എക്സാമിനെ ഒരിക്കലും ഒരു തരത്തിലും എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഈ ഒരു 2 ക്ലാരിഫിക്കേഷൻ സ്റ്റുഡൻസിന് ആവശ്യമുണ്ടായിരുന്നു. ഇത് രണ്ടും സ്ഥിരമായിട്ട് അവർ ചോദിക്കുന്നതായിരുന്നു. അപ്പോൾ ഈ ഒരു PDF ഞാൻ ഓൾറെഡി ഷെയർഡ് ആണ്. നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ അത് കൃത്യമായിട്ട് മനസ്സിലാവും ഏതൊക്കെ ഏരിയകളിൽ എങ്ങനെയൊക്കെയാണ് XYZ കാറ്റഗറികൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മുമ്പുണ്ടായിരുന്ന ഒരു 10,000-ൽ നിന്ന് ഇൻക്രിമെന്റ് വരുത്തിയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് അവർ സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചുകൊണ്ട് കൃത്യമായിട്ടൊരു ഗൈഡ് ലൈൻ അവർ പ്രൊവൈഡ് ചെയ്തത്, ഒരു റെക്കമെൻഡേഷൻ അവർ പ്രൊവൈഡ് ചെയ്തതാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് പോകുന്ന സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാം. ഇങ്ങനെയാണ് ഉള്ളത്, അത് അവരുടെ ഡിസിഷനാണ് എത്രയാണ് തരേണ്ടത് എന്നുള്ളത്. ഓക്കെ, യെസ്. അപ്പോൾ ആ ബഡ്ജറ്റിൻ്റെ കാര്യം, ഈ 2 കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങളുടെ കമൻറ്റ്, ഈ ഒരു റെക്കമെൻഡേഷനിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന നിങ്ങളുടെ കമൻറ്റ് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. മറ്റുള്ള CMA സ്റ്റുഡൻസിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.